എനിക്കൊരു പീസ് ഓഫ് ലോഗോ ആണ് എൻ്റെ വേൾഡിൽ 1 കിലോമീറ്റർ നടക്കണം. അതെനിക്ക് പറ്റുന്നില്ല ഗൈസ്, അതെനിക്ക് സഹിക്കുന്നില്ല. ആൻഡ് എൻ്റെ കയ്യിലാണെങ്കിൽ സാപ്ലിങ്ങും ഒട്ടുമില്ല, അതേപോലെ തന്നെ ബോൺ മീലുമില്ല എനിക്കാണെങ്കിൽ ഒരു മരത്തിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആദ്യത്തെ സംഭവമായ ബോൺ മീലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത്. അതെ ഗൈസ്, നമ്മൾ ഇന്നൊരു ബോൺ മീൽ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഒരു ഫാം. ഈ ഒരു മോസി ബ്ലോക്കും എല്ലാം വെച്ച് ഈ ഒരു ഫാം വളരെ അധികം എഫിഷ്യൻ്റാണ്. വെറും 10 മിനിറ്റ് AFK കൊണ്ട് എനിക്ക് കിട്ടിയത് ഏതാണ്ട് 10 സ്റ്റാക്കോളം ബോൺ മീലാണ്. ഇത് വളരെ അധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫാം തന്നെയാണ്. യോ മച്ചൂസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 20. എത്ര മണി ഞാൻ മേളിൽ കൊടുത്തേക്കാൻ തോന്നുന്നു, നിങ്ങൾ അതും ചെക്ക് ചെയ്യുക. ആൻഡ് ഇന്നെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ മീൽ ഫാം നിങ്ങൾ നേരത്തെ കണ്ടുവാണല്ലോ. ആ ഒരു ബോൺ മീൽ ഫാമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന ആളുടെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ OG എഡിറ്റർ ഓസിയുടെ പേരാണ് എഴുതാൻ പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് തന്നെ അവൻ്റെ ഇൻസ്റ്റ ID ആണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് അത് അവൻ കാണുവാണെങ്കിൽ കാണട്ടെ നേരിട്ടാണ്. ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നു OC അവൻ്റെ ഇൻസ്റ്റ ID 4 അത് നാരിയത്തേച്ച് അങ്ങനെ കണ്ടാണ്. സോ അതാണ് നമ്മളിന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ ഒരു ബോൺ മീൽ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, എനിക്കാണെങ്കിൽ മരം വേണം ഗൈസ്. ആ ഒരു മരം എടുക്കണമെങ്കിൽ 1 കിലോമീറ്റർ എൻ്റെ വേൾഡിൽ നടക്കണം. അതെനിക്ക് പറ്റുന്നില്ല. എനിക്കൊരു ട്രീ ഫാം വേണമെങ്കിൽ അതിന് ബോൺ മീൽ വേണം. സോ അതുകൊണ്ട് നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ബോൺ മീൽ ഫാം ഉണ്ടാക്കാൻ പോകാം ഗൈസ്. സോ നമ്മളെന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അതിനുള്ള റിസോഴ്സ് എല്ലാം ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കാനുള്ളത്. ആകെ ഇത്രയും സംഭവം വരുന്നുള്ളൂ. സോ നമ്മുടെ ഈ ഒരു അയൺ ഫാമിൻ്റെ ഈ ഒരു സൈഡിലോട്ട് ഞാൻ കുറച്ചുകൂടെ ഡേർട്ടൊക്കെ വെച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ഗൈസ്. കാരണം ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി അങ്ങോട്ട് ഡേർട്ടൊക്കെ വെച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്, കാരണം അത്യാവശ്യം സ്ഥലം കിട്ടി. സോ നമ്മൾ ഇന്ന് ഇവിടെയാണ് നമ്മുടെ ഒരു ബോൺ മീൽ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ സ്റ്റാർട്ടിങ് പണികളിലേക്ക് നമ്മുടെ ബോൺ മീൽ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അയൺ ഫാം ഒന്ന് നോക്കുക ഗൈസ്. കണ്ട ഗൈസ്, 4 സ്റ്റാക്ക് അയൺ ബ്ലോക്കും അതേപോലെ തന്നെ ഇതെല്ലാം കൂടെ ബ്ലോക്ക് ആക്കുമ്പോൾ എത്ര കിട്ടും, 5 ബ്ലോക്ക്. ആൻഡ് 18 ബ്ലോക്ക് ഓഫ് അയണും നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. ഇപ്പം ഇത് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഫാം. എന്തായാലും നമുക്ക് നമ്മുടെ ബോൺ മീൽ ഫാമിനെ കുറച്ച് കുഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനത് ഇവിടെ കുഴിച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് റെഡ് സ്റ്റോൺ കൂടോത്രങ്ങളുണ്ട്. സോ അത് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം. ഇവിടെ കുറച്ചൊക്കെ ടോർച്ചൊക്കെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ റെഡ് സ്റ്റോൺ ടോർച്ച് ഇങ്ങനെ കമത്തി വെക്കണം. ഈ ഒരു പിസ്റ്റൻ്റെ സംഭവമാണ് ഈ ഒരു പിസ്റ്റൺ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തിൽ നമ്മളൊരു സ്റ്റോൺ ജനറേറ്റർ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ആ ഒരു സ്റ്റോണ് ജനറേറ്റ് ആവുന്ന സ്റ്റോൺ നമ്മൾ പിസ്റ്റൺ വെച്ച് പുള്ളിയിപ്പിച്ച് ആ ഒരു പിസ്റ്റണിൽ നമ്മൾ ഒരു മോസ് ബ്ലോക്ക് വെച്ചിട്ട് അതിനെ നമ്മൾ ഇത് ചെയ്യും, ബോൺ മീൽ ചെയ്യും. അപ്പം അതിങ്ങനെ ഫുള്ളായിട്ട് അത് വാട്ടർ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഓ മൈ ഗോഡ്, റെഡ് സ്റ്റോൺ നടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഒരു സീനും ഇല്ല. നമ്മൾ റെഡ് സ്റ്റോൺ ഇവിടോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് വെച്ചാൽ പോലെ. ഇവിടെ എല്ലാം അയൺഗോള സ്പോണാണ് ഗൈസ്. അത് നമുക്ക് സ്പോൺ പ്രൂഫ് ചെയ്യാം. ബട്ട് ഒരു സ്പോൺ പ്രൂഫ് ചെയ്താൽ നമ്മുടെ ഈ ഒരു വേൾഡല്ല ഈ ഒരു ഫാക്ടറി ഏരിയ ഇതങ്ങ് പോകും ഗൈസ്. അതുകൊണ്ട് ഞാൻ സ്പോൺ പ്രൂഫ് ചെയ്യുന്നില്ല. നമുക്കല്ലാതെ ഒരു പരിപാടി ഉണ്ട് ഗൈസ്, അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ആൻഡ് ഈ ഒരു നോർമൽ പിസ്റ്റൺ എടുത്ത് ഇങ്ങനെ നിരത്തി വെക്കാനാണ് ആ ഒരു വീഡിയോ കാണിക്കണത് ഗൈസ്. സോ നമുക്കതിങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് അടുത്തത് കണ്ടതെന്ന് വെച്ചാൽ സ്റ്റിക്കി പിസ്റ്റനുണ്ട്. ഈ 7 സ്റ്റിക്കി പിസ്റ്റനുണ്ട്. അതെടുത്ത് ഈ ടോർച്ചിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അത് തനിയെ ആക്ടിവേറ്റ് ആവും. സോ അത് എന്തോ പിങ് ഇഷ്യൂ ആണ് ഗൈസ്. സോ അതിങ്ങനെ വെക്കുക. ആൻഡ് അതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണി, അതായത് റെഡ് സ്റ്റോണിൻ്റെ ഒരു 10% കൂടോത്രം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയും വലിയൊരു കൂടോത്രം ഉണ്ട് ഇവിടെ, ഡിസ്പെൻസറും നോട്ട് ബ്ലോക്കും ഒക്കെ വെച്ച്. ആൻഡ് അതെനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ പോവാണ് ഈ സംഭവം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കുക, എന്നിട്ടൊരു റിപ്പീറ്റർ വെക്കുക, എന്നിട്ട് ഫുൾ ഡിലേ ആക്കണം. അതെ, ഫുൾ ഡിലേ ആക്കണം. എന്നിട്ട് ഫുൾ ഡിലേ അല്ല, ഒരു ഡിലേ വിട്ടിട്ട് ഒരു 3rd ടിക്ക് 3ാമത്തെ ടിക്ക് വരെ ഇട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒരു നോട്ട് ബ്ലോക്ക് ആൻഡ് ഇവിടെ ഒരു ഒബ്സർവർ എടുത്ത് വെക്കണം. സോ ഇത്രയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ സിനിമ ഉണ്ട്. ഈ സിനിമ വലിയൊരു ക്ലോക്ക് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനത് സെറ്റ് ചെയ്തിട്ടാണ് ഗൈസ്. അത് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് തെറ്റിക്കും ഗൈസ്. ഞാനിത് ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ബട്ട് ഞാനിത് എവിടെയൊക്കെയോ തെറ്റിച്ചതുപോലെ. കാരണം ഇതിലങ്ങനല്ല കാണിക്കുന്നത്. ഈ ഒരു സംഭവം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമായിരുന്നു. ഈ ഒരു കണക്ഷന് ഈ ഒരു റിപ്പീറ്ററൊക്കെ വെച്ച് അത് അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. ഞാനിത് എവിടെയോ തെറ്റിച്ചതുപോലെ.
യാ ഐ ഡോണ്ട് നോ ഞാനിത് എവിടെ തെറ്റിച്ചതെന്ന്. സോ ഞാൻ എന്തായാലും ഒന്ന് ശരിയാക്കിയിട്ടിട്ടാണ്. ഓക്കെ, നമ്മളത് തെറ്റിച്ചെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ നമ്മളൊന്ന് കവർ ചെയ്യണം ഗൈസ്, ഒരു ബ്ലോക്ക് വെച്ച്. സോ നമുക്കൊന്ന് ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്ത് തുടങ്ങാം. ആൻഡ് ഇതൊരു ഒത്തിരി ഭാഗമൊന്നും കവർ ചെയ്യേണ്ട, ഒരു പിസ്റ്റൻ്റെ മേടിക്കണം ഈ കവർ ചെയ്യേണ്ടത്. ഈ റെഡ് സ്റ്റോണൊക്കെ പുറത്താണ് നിൽക്കുന്നത്, ആകെ ഒരു പിസ്റ്റൺ മാത്രമുള്ള ഇതിനകത്ത് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് നാളെ ഇരുന്നിട്ട് ഈ റെഡ് സ്റ്റോണൊന്ന് കവർ ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ഇത്രയാണ് അതിൽ കാണിച്ചേക്കുന്നത്. സോ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഒരു കവറിങ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഇവിടെ കുറച്ച് വെള്ളവും അതേപോലെ സ്റ്റോൺ ജനറേറ്ററും ഒക്കെ സെറ്റ് ആക്കണം. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് ഇങ്ങോട്ടും ജസ്റ്റ് എടുത്ത് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. ഒരു ചെറിയൊരു മണ്ടത്തരം. ഓക്കെ, ഞാൻ എന്തായാലും ഞാൻ ഏതാണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇത്രയും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ഏരിയ 7 ബ്ലോക്ക് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ 7 തോന്നുന്നു ഗൈസ്. ഇതൂടെ വെച്ചാൽ 7 ആവും. അതെ, ഇതൂടെ വെച്ചാൽ 7. ഓക്കെ, ഇതൊന്ന് 7 ബ്ലോക്ക് കൂടെ കവർ ചെയ്തിട്ട് അതിൻ്റെ മേളിലൊരു ലാവ ബക്കറ്റ് കൂടെ സെറ്റ് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. അതിലങ്ങനെ കാണിച്ചേക്കുന്നത് 7. ഓക്കെ, 7. ഇനി ഇപ്പുറത്തൂടെ ഒന്ന് 7 ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ടാണ്. എടാ, അതൊന്ന് കവർ ചെയ്യുന്നത് മാത്രമല്ലായിരുന്നു റൈസ്, അതിൻ്റെ പിന്നെയും പണിയുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഈ ഒരു കളക്റ്റിംഗ് ഏരിയയും അതേപോലെ തന്നെ ഒരു മോസി ബ്ലോക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫാം. ഇനിയും ജസ്റ്റ് ഒരു കുറച്ച് പണിയും കൂടെ ഉള്ളൂ. ഒരു ലാവ ഒഴിക്കുക, അതേപോലെ ഇപ്പുറത്തൊന്ന് മറ്റേ ബ്ലോക്ക് വെച്ച് മറയ്ക്കുക, അത്രയും കൂടെ കുറച്ച് പണിയേ ഉള്ളൂ. സോ അതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാം ഫുള്ളി വർക്കാവാൻ തുടങ്ങേണ്ടതാണ് ആസ് പെർ ദ ട്യൂട്ടോറിയൽ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഗൈസ്. ഇത് ചെയ്തിട്ട് ആ ഒരു ലിവർ ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കായി തുടങ്ങേണ്ടതാണ്. ആൻഡ് ഞാനൊന്ന് ഇതാണ്ട് ഈ ഒരു ലാവ ഈ ഒരു 3ാമത്തെ ബ്ലോക്കിലോട്ട് ലാവ ബക്കറ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ലാവ എല്ലായിടത്തോട്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഓണാക്കണം ഗൈസ്. അല്ല, ഇപ്പോഴേ ഓണാക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും. എൻ്റെ ലാവ സ്പ്രെഡായോ? ഇവിടോട്ട് എന്താ സ്പ്രെഡാകത്തെ? അവിടെ ഓക്കെ ആയി. അപ്പുറത്ത് ഫുള്ളി സ്പ്രെഡായിട്ടുണ്ട്. ആൻഡ് ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്താൽ മതി ഗൈസ്. ഓക്കെ, ഇനി അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഒന്ന് ബ്ലോക്ക് വെച്ച് കയറി വെക്കാം. അയ്യോ, വർക്കാവുന്നില്ലേ? വർക്കാവുന്നുണ്ട് ഗൈസ്. വെള്ളമൊക്കെ വരുന്നുണ്ട്. ഓ യെസ് ഗൈസ്, വർക്കാവുന്നുണ്ട് വർക്കാവുന്നുണ്ട്. എൻ്റെ മോനെ വിഷയം. ഇപ്പം താഴോട്ട് നമുക്ക് ഇത് വന്നു തുടങ്ങിക്കോളും. ഒരു ആ ഒരു സംഭവം വന്നു തുടങ്ങിക്കോളും. ആൻഡ് ഇത് നമുക്കൊരു ബോത്ത് സംഭവമാണ് ഗൈസ്. അതായത് നമുക്ക് ഒന്നെങ്കിൽ ബോൺ മിൽ ഫാം, അല്ലെങ്കിൽ ഈ ഒരു മോസ് ബ്ലോക്കിൻ്റെ ഫാമാണ്. കാരണം നമുക്ക് മേളിൽ പോയിട്ട് ആ ഒരു കമ്പോസ്റ്റർ മാറ്റിയിട്ട് അവിടെ ഫുള്ളൊരു ഹോപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോസ് ബ്ലോക്ക് ഫാമായി മാറും ഗൈസ്. യെസ് ഗൈസ്. ആൻഡ് ഇത് ഫുള്ളി ഇപ്പം നല്ല സ്പീഡിൽ വർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു ഗ്രാസ് ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, എനിക്ക് തോന്നിയത്. ഞാനാണെങ്കിൽ ഇപ്പോൾ പൊട്ടിച്ചപ്പോൾ വീണായിരുന്നു. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് വർക്കായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ് ദിസ് ഫാം. ഓക്കെ, നമ്മുടെ ഒരു ഫാക്ടറി ഏരിയയിലെ സെക്കൻഡ് ഫാമാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ നാളെ ഇരുന്നിട്ട് ഞാൻ ഒരു സ്റ്റോൺ ജനറേറ്റർ കൂടെ ഉണ്ടാക്കും ഗൈസ്. എന്നിട്ട് നമ്മുടെ ഒരു ഫാക്ടറി ഏരിയയുടെ ഒരു ബേസ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് പണിയുണ്ട് ഗൈസ്, എന്നാലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കും നാളെ ഇരുന്നിട്ട് തന്നെ. നാളെ അല്ല, നെക്സ്റ്റ് എപ്പിസോഡിലേക്ക്. ഓക്കെ, നാളെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇടേണ്ട വീഡിയോ ആണ്. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. സോറി ഗൈസ്, കുറച്ച് ഇഷ്യൂ അല്ല, കുറച്ച് ടൈം ഒന്നും കിട്ടിയില്ല ഈ വീഡിയോ ഒന്നും എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഓണമൊക്കെ അല്ലേ ഗൈസ്, നമുക്കപ്പം സെറ്റാക്കാം. പെട്ടെന്ന് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഓണത്തിന് മുമ്പ് നമുക്ക് റൈഡിന് പോകാൻ പറ്റുമെന്ന്, ഓണത്തിന് മുമ്പല്ല, ഓണത്തിൻ്റെ ഒരു വെക്കേഷൻ തീരുന്നതിന് മുമ്പ് നമുക്ക് റൈഡിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ട് ഗൈസ്. എനിക്ക് പോകണമെന്നുണ്ട്. സോ അതിനൊരു വില്ലേജസൊക്കെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പോകാൻ പറ്റിയേനെ. കാരണം അത്രയും നമുക്ക് ഇതൊക്കെ വേണം ഗൈസ്. നമ്മുടെ നല്ല ആർമറൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമ്മൾ താഴോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അയൺ ഫാമിൽ എന്തായി പരിപാടി? മോനെ വിഷയം തീയാണ് ഗൈസ് അയൺ ഫാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല, വിഷയ അയൺ ഫാമാണ്. നിങ്ങൾ വേണമെന്ന് ട്രൈ നോക്കി. വിഷയ അയൺ ഫാമാണ്. അത്യാവശ്യം പോപ്പിയും കിട്ടുന്നുണ്ട് നമുക്ക്. ഇവിടെ നിന്നും കുറച്ച് ബോൺമീല അങ്ങനെ കിട്ടുന്നുണ്ട് ഗൈസ്. സോ ഇതിപ്പോൾ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ 5 സ്റ്റാക്കും 13 അയൺ ബ്ലോക്കും ഗൈസ്. എൻ്റെ മോന് വിഷയ അയൺ ഫാം. വിഷയം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു ഫാം ഉണ്ടാക്കിയ കുറച്ച് വേസ്റ്റ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ടൊന്ന് തട്ടിയിട്ട് നമുക്കൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ ഇറ്റ്സ് ടൈം ഫോർ വൈൻഡപ്പിങ്. ആൻഡ് ഈ ഒരു ഫാം നല്ല യൂസ്ഫുൾ ആയിരിക്കും ഗൈസ് മിക്കപ്പോഴും. കാരണം നമുക്ക് ആ ഒരു ട്രീ ഫാമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം.
എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി ഒരു ബോൺ മീൽ ഫാം സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇത്രയുള്ള കേസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റും കൂടെ ചെയ്ത് വെച്ചേക്ക് കേസ്. കമൻറ്റൊക്കെ കുറവാണ്. നിങ്ങളുടെ പേരും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പേര് താഴെ വരുന്നതായിരിക്കും. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ കേസ്. ബൈ. Yeah, I'm the king when I'm in the rain. Got my G when I'm in the vein. Gone link pics on a middleman. Ain't nothing but a gold thing.